എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വാർത്തയാണ് പറയുന്നത്. ഇത് ഏപ്രിൽ 2019 1 ഏപ്രിൽ 2019 വന്നതാണ്. ഡയബറ്റിസ് CO UK എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതൊരു ചാരിറ്റിയാണ് എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ഞാനും അതിൽ മെമ്പറായിട്ടുണ്ട്. പണ്ടേ ഞാൻ മെമ്പറായതാണ്. അത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയാണ്. മെയിൻലി അത് UK ഡയബറ്റിക്സ് എല്ലാം കൂടെയുള്ള കമ്മ്യൂണിറ്റിയാണ്. അവർ ഒരു ലോ കാർബ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തായിരുന്നു. അത് കുറച്ച് നാളായി. ആ ലോ കാർബ് പ്രോഗ്രാമിന് ഇപ്പോൾ വളരെയധികം അംഗീകാരം കിട്ടി എന്നുള്ളതാണ് വാർത്ത. നമ്പർ ഓഫ് പീപ്പിൾ ഡയഗ്നോസ്ഡ് വിത്ത് ടൈപ്പ് 2 ഡയബറ്റിസ് വളരെയധികം കുറഞ്ഞു ഈ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ ശേഷം. ദ ഗുഡ് ന്യൂസ് ഇസ് ദാറ്റ് ദെയർ വെയർ 27 പീപ്പിൾ ലെസ് ഡയഗ്നോസ് with diabetes per day within 2017, being told that they have condition compared to 2016. ഇവർ ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്തതിന് ശേഷം ഈ 2017 നമ്പർ ഓഫ് ഡയഗ്നോസിസ് ഓഫ് ഡയബറ്റിസ് ദിവസം 27 വെച്ച് കുറഞ്ഞു എന്നാണ്. The drop coincides with the growing low carb movement championed by Diabetes Digital Media, DDM എന്ന് പറഞ്ഞ Diabetes Digital Media, the organization behind diabetes.co.uk and the award-winning low carb program. diabetes.co.ukയുടെ ഒരു ലോ കാർബ് പ്രോഗ്രാം ഉണ്ട്. അതിന് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഡയബറ്റിസ് ഡിജിറ്റൽ മീഡിയ DDM എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഡയബറ്റിസ് CO UKയുടെ പുറകിലുള്ളത്. അത് ലോഞ്ച് ചെയ്തതിന് ശേഷം ലോ കാർബ് മൂവ്മെൻറ്റ് വളരെയധികം ശക്തി പ്രാപിച്ചു അവിടെയൊക്കെ. അതോടെ ഡയബറ്റിസ് കണ്ടുപിടിക്കുന്നത് തന്നെ കുറഞ്ഞു, ഡയബറ്റിസ് ഡയഗ്നോസിസ് തന്നെ കുറഞ്ഞു എന്നുള്ളതാണ് അവർ പറയുന്ന വാർത്ത. അതിൽ ലോ കാർബിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡയബറ്റിസ് ഉള്ള ആളുകൾ ഒരുപാട് പേര് ഇപ്പോൾ ലോ കാർബ് ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ഇംപ്രൂവിങ് ഡയബറ്റിസ് കൺട്രോൾ ഇംപ്രൂവ്മെൻറ്റ് കൊണ്ട്, വെയ്റ്റ് ലോസ്, ഇതെല്ലാം കൊണ്ട് ആൻഡ് എ സാറ്റിസ്ഫൈയിങ് ഡയറ്റ് ആയതുകൊണ്ട് പലരും ലോ കാർബിൽ പോകുന്നു. ദറ്റ്സ് ഡയറ്റ് ഈസ് എ ഹെൽത്തി വേ ഓഫ് ഈറ്റിംഗ് ആസ് വെജിറ്റബിൾസ് ആൻഡ് നാച്ചുറൽ റിയൽ ഫുഡ്സ് ആർ ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു ദ ഡയറ്റിൽ ഹെൽത്തി വേ ഓഫ് ഈറ്റിംഗ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് വെജിറ്റബിൾ കഴിക്കുന്നു, നാച്ചുറൽ ആൻഡ് റിയൽ ഫുഡ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. പണ്ട് അവരൊക്കെ ധാരാളമായിട്ട് ഈ പ്രോസസ് ഫുഡ്സ് ഉപയോഗിക്കുമായിരുന്നു, പ്രോസസ് മീറ്റ്സ് എസ്പെഷ്യലി. പക്ഷേ ഇപ്പോൾ അവർ റിയൽ ഫുഡ് എന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് അല്ലാത്ത ഫുഡ് കഴിക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലും നമ്മൾ ബേക്കറി ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ എന്നുള്ളതാണ് ഒരു അവസ്ഥ. പിന്നെ നമ്മൾക്ക് കാർബോഹൈഡ്രേറ്റ് ഒരു പ്രധാനമായ ഭക്ഷണ രീതി ആണ്. ലോ കാർബ് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട്. ലോ കാർബ് ഡയറ്റ് ഫോറം ഹാസ് ബീൻ cited as the leading resource in providing support and encouragement for people who are looking to achieve lower HbA1c ലോവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു സപ്പോർട്ട് ഗ്രൂപ്പായിട്ടാണ് ഇത് ഉള്ളത്. ലോ കാർബോഹൈഡ്രേറ്റ് എന്തുകൊണ്ട് ഫോളോ ചെയ്യണം? കാർബോഹൈഡ്രേറ്റ് ഇസ് ദ ന്യൂട്രിയൻറ്റ് വിച്ച് ഹാസ് ദ ഗ്രേറ്റസ്റ്റ് ഇഫക്റ്റ് ഓൺ റേസിംഗ് ബ്ലഡ് ഷുഗർ. അതുകൊണ്ടാണ് ലോ കാർബ് ഡയറ്റ് പറയുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് ലോ കാർബ് ഡയറ്റ്: HbA1c താഴുന്നു, വെയ്റ്റ് ലോസ് കൂടുന്നു, ഹൈ ഷുഗർ ലെവലൊക്കെ ചെയ്യുന്നത് തടയുന്നു, സിവിയർ ഹൈപ്പോസ് കുറയുന്നു, കാരണം നമ്മൾക്ക് മരുന്ന് കുറയുന്നു, മോർ എനർജി ത്രൂ ഔട്ട് ദ ഡേ. അതെനിക്ക് തന്നെ അനുഭവമുണ്ട്. ഞാൻ പണ്ട് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ കിടക്കണമെന്ന് തോന്നുമായിരുന്നു. ഇപ്പോൾ ത്രൂ ഔട്ട് ദ ഡേ ഐ ഹാവ് മോർ എനർജി, ലെസ് ക്രേവിങ്സ് ഫോർ ഷുഗറി ആൻഡ് സ്നാക്ക് ഫുഡ്സ്. നമ്മൾക്ക് അങ്ങനെ ഷുഗറി ഫുഡ് തിന്നണമെന്നുള്ള ആഗ്രഹമൊക്കെ വളരെയധികം കുറയുന്നു. ക്ലിയറർ തിങ്കിങ്, തലച്ചോറ് വളരെ ക്ലിയർ ആകുന്നു. ലോവർ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ലോങ് ടേം കോംപ്ലിക്കേഷൻസ് ഓഫ് ഡയബറ്റീസിൻ്റെ ലോങ് ടേം കോംപ്ലിക്കേഷനായ പെരിഫറൽ ന്യൂറോപ്പത്തിയും കാർഡിയാക് ഇവൻസും ഒക്കെ കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ വാട്ട് കൗണ്ട്സ് ആസ് ലോ കാർബ്? അവരുടെ പ്രോഗ്രാമിൽ ലോ കാർബ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ അവരുടെ യു ഹാവ് ടു The program allows you to choose your own level of low carbohydrate that works well for your diabetes and lifestyle. അവർ പറയുന്നത് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ലോ കാർബ് ഏതാണെന്ന് നിങ്ങൾ താനെ തിരഞ്ഞെടുക്കണം. അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനും നിങ്ങളുടെ ഡയബറ്റീസിനും സൂട്ടബിൾ ആയിരിക്കണം. അതിന് അവർ ലോ കാർബ് അവർ 2008
A research study in 2008 used the following brackets to categorize daily carbohydrate intake. ഈ 2008 ഒരു റിസർച്ച് സ്റ്റഡി ഈ ലെവലുകളാണ് ലോ കാർബായിട്ട് കണ്ട് പറഞ്ഞിരുന്നത്. 2008 ആയപ്പോഴേ ഇവരിത് എക്സാമിൻ ചെയ്യാൻ തുടങ്ങി. ഒന്ന്, മോഡറേറ്റ് കാർബോഹൈഡ്രേറ്റ് 130 to 225 grams of carbs. 130 തൊട്ട് 225 വരെ ഉള്ള ഗ്രാം കാർബ് ആണ് മോഡറേറ്റ് കാർബ്സ്. ലോ കാർബ് അണ്ടർ 130 grams of carbs. 130 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ നിന്നും കുറഞ്ഞതാണ് ലോ കാർബ്. വെരി ലോ കാർബോഹൈഡ്രേറ്റ് അണ്ടർ 30 grams of carbs. Generally speaking, the lower your carbohydrate intake, the more likely you are to lose weight and the lower sugar levels you are likely to have. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ എത്രയും താഴ്ത്തുന്നോ, കാർബോഹൈഡ്രേറ്റ് എത്രയും താഴ്ത്തുന്നോ അതനുസരിച്ച് ആയിരിക്കും നമ്മളുടെ ഷുഗർ കുറയുന്നതും നമ്മളുടെ വെയിറ്റ് കുറയുന്നതും. അപ്പോൾ വെരി ലോ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ വളരെ വേഗം കുറയും. അത് സസ്റ്റെയിൻ ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് ലോ കാർബോഹൈഡ്രേറ്റ് ഇപ്പോൾ 130 grams അല്ലെങ്കിൽ മോഡറേറ്റ് കാർബോഹൈഡ്രേറ്റിലെങ്കിലും പോയാൽ നമ്മൾക്ക് എന്തായാലും നമ്മളുടെ ഇപ്പോഴത്തെ ഹൈ കാർബിനിൽ നിന്നും നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. 130 to 225 ആണ് മോഡറേറ്റ് കാർബ്. ലോ കാർബ് 130 grams ആൻഡ് ബിലോ. വെരി ലോ കാർബ് അണ്ടർ 30 grams. It is important for you to choose the level that works well for you. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും സൂട്ടബിൾ അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. Someone with type 2 diabetes or needs to lose weight may wish to aim for a very low carbohydrate or ketogenic diet. വളരെ ഡയബറ്റിസും വളരെയധികം വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് അവർ കീറ്റോ ഡയറ്റാണ് അവർ ഡിസൈർ ചെയ്യുക. കാരണം അവർക്ക് ഫാസ്റ്റ് റിസൾട്ട്സ് ഉണ്ടാകും. അത് കഴിഞ്ഞ് അവർക്ക് മോഡറേറ്റ് കാർബിലോ അല്ലെങ്കിൽ ലോ കാർബിലോ പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൗ ടു ഫോളോ ലോ കാർബ് ഡയറ്റ് എന്ന് പറഞ്ഞ് അവർ പറയുന്നത് സ്ട്രോങ് വെജിറ്റബിൾ ഇൻടേക്കാണ്. രണ്ടാമത് മോഡസ്റ്റ് ഇൻക്രീസ് ഇൻ ഫാറ്റ് ഫ്രോം നാച്ചുറൽ സോഴ്സസ്, മോഡറേറ്റ് പ്രോട്ടീൻ ഇൻടേക്ക്, ലോ റിലയൻസ് അപ്പോൺ പ്രോസസ്ഡ് ഫുഡ്സ്, ഷുഗർ ആൻഡ് ഗ്രെയിൻസ്. ഇതാണ് അവരുടെ ഹെൽത്തി. പിന്നെ അതിൽ അവരുടെ സൈഡിൽ ഹെൽത്തി ലോ കാർബ് ഡയറ്റ് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം? ഒലിവ് ഓയിൽ പറയുന്നെങ്കിൽ കോക്കനട്ട് ഓയിൽ അവർ പറയുന്നില്ല. അത് ചിലപ്പോൾ യൂറോപ്പിൽ ഫെമിലിയർ അല്ലാത്തത് കൊണ്ടും അവിടെ അത് കട്ടയായിട്ടിരിക്കുന്ന ഒരു ഓയിലായതുകൊണ്ടും അതിൻ്റെ ടേസ്റ്റ് അവർക്ക് ആർക്കും ഇഷ്ടപ്പെടാത്തത് കൊണ്ടും ആകാം. പക്ഷേ നാഷണൽ ഹെൽത്ത് സർവീസസ് NHS എന്ന് പറഞ്ഞ അവരുടെ ഗവൺമെൻറ് ബോഡി ലോ കാർബോ ഡയറ്റ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം there is not enough evidence to support the effectiveness and safety of low carbohydrate diets എന്നാണ്. However, more research in favor of low carb diet is appearing on a monthly basis എന്നാണ് അവർ പറയുന്നത്. സൈഡ് ഇഫക്ട്സ് ഓഫ് ലോ കാർബ് ഡയറ്റ് ഇനീഷ്യലി ഉള്ളത് ഫെറ്റീഗ്, ബ്രെയിൻ ഫോഗ്, ഹെഡ് ഏക്ക്, കോൺസ്റ്റിപ്പേഷൻ, പോസിബിൾ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ആൻഡ് ഓൾസോ ഹെയർ ലോസ്. എനിക്ക് ഹെയർ ലോസ് ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ ഇപ്പോൾ നിന്നു, അത് തിരിച്ചു വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ലോ കാർബ് ഡയറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമുണ്ട്. അതിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഫീസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ പറയുന്ന വേറൊരു വർത്തമാനം, ജൂൺ 2018 തന്നെ ലോ കാർബ് പ്രോഗ്രാമിന് UK-യിലെ ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സെൽഫ് മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന ക്വിസ്മെത്ത് എന്ന് പറയുന്ന അവർ റെക്കമെൻഡ് ചെയ്യാൻ അപ്രൂവ് ചെയ്തു ഫോർ റെക്കമെൻഡേഷൻ ബൈ ദ നാഷണൽ ഹെൽത്ത് സർവീസസ്. അങ്ങനെ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ ലോ കാർബ് ഡയറ്റ് നമ്മളെപ്പോലുള്ള രോഗികളുടെ ഇടയിൽ മാത്രമാണ് പ്രചാരത്തിലുള്ളത്. ഡോക്ടേഴ്സ് വളരെ വളരെ ചുരുക്കമായിട്ടാണ് ലോ കാർബ് റെക്കമെൻഡ് ചെയ്യുന്നത്. എങ്കിലും വിദേശത്തൊക്കെ UK-യിലും മറ്റും ഈ ലോ കാർബ് പ്രോഗ്രാം വളരെയധികം പ്രചാരത്തിലുണ്ട്. അത് വളരെയധികം അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സന്തോഷകരമായ വർത്തമാനമാണ്. ഏപ്രിലിൽ ഉണ്ടായിരുന്ന ഈ ന്യൂസ്, ഏപ്രിൽ ആദ്യം വന്ന ന്യൂസ് ഞാൻ നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇട്ടത്.
ഡ്രോപ്പ് ഇൻ ടൈപ്പ് 2 ഡയബറ്റിസ് ഇൻ UK. അപ്പോൾ വേറെ ഒരു കാര്യം, UK യിലും USA യിലും ഒക്കെ ഈ ഡയബറ്റിസ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അവർക്ക് വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസേൺ ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ അത് അവരുടെ നാഷണൽ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ കുറയ്ക്കും. അവിടെ ഒരുപാട് പേര് ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് സ്കീംസിലൊക്കെ ആയതുകൊണ്ട് അവർക്ക് ആ ഇൻഷുറൻസ് എക്സ്പെൻസസ് ഒക്കെ ധാരാളമായിട്ട് കുറയും. ഡയബറ്റിസ് മെഡിക്കേഷനും ടെസ്റ്റിങ്ങിനും അതുപോലെ തന്നെ അത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോഴുള്ള ചികിത്സകൾക്കും ഡയാലിസിസ് മുതലായവയ്ക്കും ഒക്കെ ധാരാളം പൈസ ഗവൺമെൻറ് ചിലവാക്കുന്നത് കൊണ്ട് ഇത് കുറഞ്ഞു കാണുന്നത് അവരുടെ ഒരു കൺസേൺ ആണ്. പിന്നെ ഡയബറ്റിസ് ഇവിടെ അവർ ഡയബറ്റിസ് റിവേഴ്സൽ എന്നല്ല അവരുപയോഗിക്കുന്നത്, ഡയബറ്റിസ് റെമിഷൻ എന്നാണ്. ആ റെമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെച്ചാൽ അവരതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് HbA1c കുറയുന്നതും കുറഞ്ഞ് നോർമൽ റേഞ്ചായി മരുന്നുകളില്ലാതെ ഒരാൾക്ക് കഴിയുവാൻ കഴിയുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മെറ്റ്ഫോമിൻ മാത്രമായിട്ട് കഴിയുവാൻ കഴിയുന്നു എങ്കിൽ ഡയബറ്റിസ് റെമിഷനായി എന്നാണ് അവർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ HbA1c നോർമലായി കഴിഞ്ഞ് മെറ്റ്ഫോമിൻ മാത്രം കഴിച്ചുകൊണ്ടിരുന്ന് നോർമലായാലും മെറ്റ്ഫോമിൻ ഇല്ലാതെ നോർമലായാലും ഡയബറ്റിസ് റെമിഷൻ അച്ചീവ് ചെയ്തു എന്നാണ് ഡയബറ്റിസ് CO UKയുടെയും ഡെഫിനിഷൻ. ആ സ്ഥിതിക്ക് എൻ്റെ ഡയബറ്റിസ് റെമിഷനായി. ഇനി ഞാൻ എൻ്റെ ഡയറ്റ് തുടർന്നു കൊണ്ടുപോകണം. എൻ്റെ ഡയറ്റ് വളരെ സിമ്പിളായതുകൊണ്ട്, അതൊരു ഭാരമല്ലാത്തത് കൊണ്ടും അത് അറ്റൈനബിൾ ആൻഡ് സസ്റ്റൈനബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.